പോലീസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയടക്കം ADGP MR അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്കിടയിലും നടന്ന LDF യോഗം അവസാനിച്ചു. കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിലും വിശ്വസ്തനെ കൈവിടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഘടകകക്ഷികൾ ഉൾപ്പെടെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചെങ്കിലും ADGP അജിത് കുമാറിന് എതിരെ ഉടൻ നടപടി വേണ്ടെന്ന തീരുമാനമാണ് LDF യോഗത്തിലുണ്ടായത്. അന്വേഷണം തീരും വരെ നടപടി വേണ്ടെന്ന നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ സ്വീകരിച്ചു. PV അൻവർ MLA ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണങ്ങളിൽ ഇടപെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് ഗവർണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. സ്ഥിതി അതീവ ഗൌരവമേറിയതാണെന്നാണ് രാജ്ഭവൻ വിലയിരുത്തുന്നത്. മന്ത്രിമാരുടെ ഫോൺ ചോർത്തുന്നുവെന്നതും താനും ഫോൺ ചോർത്തിയെന്ന അൻവറിന്റെ തുറന്നു പറച്ചിലും ഗൌരവതരമാണ്. ഗവർണറുടെ കത്തിൽ സർക്കാരിനും അൻവറിനും വിമർശനമുണ്ട്. സർക്കാർ കാര്യങ്ങളിൽ ചിലർ ഇടപെടുന്നുവെന്നാണ് ഗവർണറുടെ കത്തിൽ വ്യക്തമാക്കുന്നത്. വിഷയത്തിൽ നടപടിയും വിശദീകരണവും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുറത്തുവന്ന സംഭാഷണങ്ങളിൽ പോലീസിനുള്ള ക്രിമിനൽ ബന്ധം വ്യക്തമാണെന്നും ഗവർണറുടെ കത്തിൽ പറയുന്നു. ADGP RSS കൂടിക്കാഴ്ച വിവാദത്തിൽ സ്പീക്കറിനെതിരെ കടുത്ത വിമർശനവുമായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. RSSനെ ന്യായീകരിച്ചത് ശരിയായില്ലെന്നും സ്പീക്കറുടെ നിലപാടിനോട് യോജിക്കാനാവില്ലെന്നും ചിറ്റയം ഗോപകുമാർ വ്യക്തമാക്കി. ഭരണകക്ഷി MLA ആണ് ആരോപണം ഉന്നയിച്ചു എന്നതും പ്രധാനമാണെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ പുറത്ത്. സുഭദ്രയുടെ ശരീരത്തിന്റെ രണ്ടു ഭാഗത്തെയും വാരിയലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. കഴുത്ത്, കൈ എന്നിവ ഒടിഞ്ഞ നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. കൈ ഒടിച്ചത് കൊലപാതക ശേഷമാണെന്നാണ് നിഗമനം. ഇടത് കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹമെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. ഓഗസ്റ്റ് 7-നും 10-നും ഇടയിലാണ് സുഭദ്രയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് നിഗമനം. പ്രാഥമിക പരിശോധനയിൽ മൃതദേഹത്തിന് 1 മാസത്തെ പഴക്കമുണ്ടെന്നാണ് വിലയിരുത്തൽ. പ്രതികൾക്കായുള്ള ഊർജിത തെരച്ചിലാണ് അന്വേഷണ സംഘം. വെള്ളറടയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റയാളെ മുറിയിൽ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞവർ നാട്ടുകാർ തന്നെയായിരിക്കുമെന്ന നിഗമനത്തിൽ പോലീസ്. മരിച്ച സുരേഷിനെ പരിചയമുള്ളവരാകാം ഇടിച്ചിട്ടതെന്നും അതുകൊണ്ടാകാം മുറിയിൽ ഉപേക്ഷിച്ച ശേഷം സ്ഥലം വിട്ടതെന്നും വെള്ളറട CI പ്രമോദ് പറഞ്ഞു. തലക്കേറ്റ ക്ഷതമാകാം മരണത്തിന് കാരണമെന്നും CI പറഞ്ഞു. ശരീരം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. വെള്ളറട ചുണ്ടിക എന്ന സ്ഥലത്താണ് സംഭവമുണ്ടായത്. അമിത വേഗത്തിലെത്തിയ ബൈക്കാണ് സുരേഷിനെ ഇടിച്ചു വീഴ്ത്തിയത്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടമായ ശ്രുതിക്കും പ്രതിശ്രുതവരനും വാഹനാപകടത്തിൽ പരിക്ക്. ദേശീയപാതയിൽ സ്വകാര്യ ബസും വാനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. കോഴിക്കോട് സുൽത്താൻ ബത്തേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബട്ടർഫ്ലൈ ബസും ഓമിനി വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരള ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചുവെന്നത് മാധ്യമങ്ങളുടെ വ്യാഖ്യാനമാണെന്ന് മന്ത്രി സജി ചെറിയാൻ. കോടതിയുടേത് ഉചിതമായ നിലപാടാണെന്നും അതിനെ സംസ്ഥാന സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മറച്ചുവെക്കേണ്ട കാര്യമില്ലെന്നും അതുകൊണ്ടാണ് പറഞ്ഞതിലും നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിച്ചതെന്നും മന്ത്രി അറിയിച്ചു. സിനിമാ നയം കരട് പൂർത്തിയായി. ഷൂട്ടിംഗ് സൈറ്റുകളിലെ പരാതി സ്വീകരിക്കുന്നതിന് സംവിധാനമൊരുക്കും. ഒരു വിട്ടുവീഴ്ചയും സർക്കാർ ചെയ്യില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പീഡനക്കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്മാരായ ജയസൂര്യയും ബാബുരാജും ഹൈക്കോടതിയിൽ. പീഡനം നടന്നതായി പരാതിക്കാരി ആരോപിക്കുന്ന തീയതികളിലടക്കം വൈരുദ്ധ്യമുണ്ടെന്ന് ജയസൂര്യ ഹർജിയിൽ പറയുന്നു. വിദേശത്തായതിനാൽ FIR നേരിട്ട് കണ്ടിട്ടില്ല. IPC 354 വകുപ്പുകൾ ചുമത്തിയതിനാൽ ഓൺലൈനായി FIR അപ്ലോഡ് ചെയ്തിട്ടുമില്ല. സെപ്റ്റംബർ 18-ന് വിദേശത്ത് നിന്ന് മടങ്ങിവരും. കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നത് പരിഗണിച്ച് ജാമ്യം നൽകണമെന്നാണ് ജയസൂര്യ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ VK പ്രകാശിന് മുൻകൂർ ജാമ്യം. ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാൻ VK പ്രകാശിന് നിർദ്ദേശം നൽകിയ കോടതി അറസ്റ്റുണ്ടാകുന്ന പക്ഷം അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടണമെന്നും വ്യക്തമാക്കി. 2 ലക്ഷം രൂപ ബോണ്ട് ഉൾപ്പെടെയാണ് വ്യവസ്ഥകൾ. അറസ്റ്റ് ചെയ്ത് 3 ദിവസം ചോദ്യം ചെയ്യാമെന്ന് വ്യക്തമാക്കിയ കോടതി പ്രതിക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതുകൂടി പരിഗണിച്ചാണ് ഉത്തരവിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊടുമ്പിരി കൊണ്ടിരിക്കെ ജമ്മുവിലെ അഗ്നൂർ മേഖലയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാൻ സൈനികർ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തി. ഏറ്റുമുട്ടലിൽ ഒരു അതിർത്തി രക്ഷാസേന ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ഡൽഹി എയിംസിൽ ചികിത്സയെ തുടരുന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണെന്ന് CPM നേതാക്കൾ പറഞ്ഞു. വിദഗ്ധരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം യെച്ചൂരിയെ ചികിത്സിച്ചു വരികയാണ്. എയിംസിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 19-നാണ് യെച്ചൂരിയെ പ്രവേശിപ്പിച്ചത്. ഇംഗ്ലണ്ടിലെ കൌണ്ടി ക്രിക്കറ്റിൽ തകർപ്പൻ പ്രകടനവുമായി ഇന്ത്യൻ താരം യുവേന്ദ്ര ചെഹൽ. കൌണ്ടിയിൽ നോർത്താംപ്ടൺ ഷെയറിന്റെ താരമാണ് ചെഹൽ. കഴിഞ്ഞ ദിവസം ഡെർബിഷെയറിനെതിരായ പോരാട്ടത്തിൽ 5 വിക്കറ്റ് വീഴ്ത്തിയ ചെഹൽ എതിരാളികളെ പ്രതിരോധത്തിലാക്കി. ഡെർബിഷെയർ ആദ്യ ഇന്നിംഗ്സിൽ 165 റൺസ് എടുത്ത് പുറത്തായി.